വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് കാണുന്നതല്ലേ. ഞാനിപ്പോൾ 2 വർഷത്തിന് അധികമായി ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട്, ബ്രേക്ക് എന്ന് പറയാനൊന്നുമില്ല, ലൈഫായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, പിന്നെ കുറച്ച് മടിയൊക്കെ വന്നു. നമ്മളൊരു 5 ദിവസം ഫ്ലോറിഡയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും പേഷ്യൻസോടുകൂടെ കാണുക. എന്തായാലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോസും വിഷ്വൽസും ഒക്കെ കുറച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഓഫീസ് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ 7 അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഫ്ലോറിഡയിലേക്ക്. നമ്മൾ സ്റ്റേ ചെയ്തത് യൂണിവേഴ്സൽ ഒർലാൻഡോ റിസോർട്ടിലാണ്. രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. ഹെവി ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു എത്തിയപ്പോൾ. നാളെ രാവിലെയാണ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഷട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, അവിടേക്ക് പോവുകയാണ്. കാരണം പാർക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സൽ ഒർലാൻഡോ ആപ്പ് എല്ലാ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നമ്മളത് 2 പേരുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിലാണ് നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്തത്. അതുകൂടാതെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ വെയിറ്റിംഗ് പീരിയഡ്, സ്റ്റാറ്റസ് അതൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഡേ പ്ലാൻ ചെയ്യാം. ഇന്ന് ആദ്യത്തെ ആക്ടിവിറ്റി വന്നിട്ട് ഹാരി പോട്ടർ ഹഗ്രിഡ് റൈഡ്. ഇവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ നമ്മൾ മാത്രമല്ല, എല്ലാവരും ഒന്നെങ്കിൽ സ്പീഡ് വാക്ക് ചെയ്യും അല്ലെങ്കിൽ ഓടും. കാരണം ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാൽ വെയിറ്റിംഗ് ടൈം വന്നിട്ട് ചിലപ്പം 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടുക ചെയ്യുന്നത്, അത് സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. ഈ റൈഡ്സിലൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളായിട്ടുള്ള ബാക്ക് പാക്സ് അല്ലെങ്കിൽ ലൂസ് ഐറ്റംസ് അതൊക്കെ ഒരു ലോക്കറിൽ വെക്കാൻ അവർ പറയും. ഇവരുള്ള മിക്ക റൈഡ്സിലും ഇതൊരു മാൻഡറ്റോറി കാര്യമാണ്. ഇത് ഭയങ്കര ഒരു ഫൺ റൈഡാണ്. ലൈക്ക് സഡൻ ബ്രേക്കിംഗ്, സഡൻ ആക്സലറേഷൻ എല്ലാം ഉണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒരു സൂപ്പറായിട്ടുള്ളൊരു സംഭവമായിരുന്നു. സോ ദിസ് വാസ് എ ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ. ഇവിടെ 3 പാർക്സ് ആണുള്ളത്: യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, യൂണിവേഴ്സൽ ഐലൻഡ്സ് ഓഫ് അഡ്വെഞ്ചർ, യൂണിവേഴ്സൽ വോൾക്കാനോ ബേ. യൂണിവേഴ്സൽ വോൾക്കാനോ ബേ ഫുൾ വാട്ടർ തീം പാർക്കാണ്. വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഐലൻഡ്സ് ഓഫ് അഡ്വെഞ്ചറിലാണ്. ഐലൻഡ്സ് ഓഫ് അഡ്വെഞ്ചറിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്നും നാളെയായിട്ട് ഈ ഒരു ഐലൻഡ്സ് ഓഫ് അഡ്വെഞ്ചർ നമ്മൾ കവർ ചെയ്യും. അടുത്ത 3 ദിവസം യൂണിവേഴ്സൽ സ്റ്റുഡിയോ കവർ ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. നമ്മൾ ഹാഗ്രിഡ് റൈഡ് കഴിഞ്ഞിട്ട് വന്നതാണ്. രാവിലെ നമ്മളൊരു 7:30 ഇവിടെ വന്നു. കുറച്ച് ലേറ്റായി വന്ന 2 അവർ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി ജുറാസിക് പാർക്ക് തീമിലുള്ള വെലോസിക്കോസ്റ്റർ റോളർ കോസ്റ്ററിലേക്കാണ്. കാരണം അതിൽ വെയിറ്റിംഗ് ടൈം 10 മിനിറ്റ് ആണ്. അതുകൊണ്ടാണ് അവിടേക്ക് പോണത്. Oh, there you go. You're trying to break out lunch. Oh, that is so to come face to face with these magnificent creatures in a way that you might have to go back in time millions of years to experience. Of course. ഈ റൈഡ് കയറുന്നതിന് മുന്നേ ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മൾ അവരെ കടത്തി വിടുക. അതുകൊണ്ട് ഫോൺ, ക്യാമറ അതൊന്നും അലൗഡ് അല്ല. അതെല്ലാം സ്റ്റോറേജ് ലോക്കറിൽ വെച്ചിട്ട് വേണം പോവാൻ. ഇതിൻ്റെ സ്പീഡ് 2.4 സെക്കൻഡ്സിൽ 0 to 70 miles/hour ഇതിൻ്റെ ആക്സലറേഷൻ വരുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഫണ്ണായിരുന്നു.
നീലിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നീലിനായിരുന്നു ആദ്യം ഭയങ്കര പേടി ഉണ്ടായിരുന്നത്, പേടിക്കുമോ എന്നൊക്കെ. പക്ഷേ അവൻ ഭയങ്കര കൂളായിരുന്നു ഈ റൈഡ് കഴിഞ്ഞപ്പം. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു സുവനീർ ഷോപ്പിലേക്കാണ്. ജുറാസിക് പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. എനിക്ക് ടീഷർട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു ജുറാസിക് പാർക്ക് തീമുള്ള, അപ്പം അത് വാങ്ങി. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അത് വാങ്ങി. പിന്നെ നീലിന് എന്തോ ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വാങ്ങാനാണ് മെയിൻലി അവിടെ പോയത്. Oh, what is that? That's The scientist? The main scientist, yeah. നമ്മളിപ്പോൾ തിരിച്ച് ഹാരി പോട്ടർ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഒലിവാൻഡേഴ്സ് വാണ്ട് ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ലൈന് നിൽക്കുവാണ്. ഇതൊരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. വിസിറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു റാൻഡം ആയിട്ട് ഒരു കുട്ടീനെ പിക്ക് ചെയ്യും. എന്നിട്ട് അത് ഹാരി പോട്ടറായിട്ട് പോർട്രേ ചെയ്തിട്ട് ബാക്കിയുള്ള സീൻസൊക്കെ അവർ പറയും. Put your wand at it and say, Descender. It is definitely not your wand. Can't report. ആ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് കുറേ വാണ്ട്സുള്ള ഒബ്വിയസ്ലി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നീലിന് ഹാരി പോട്ടറിന് ഒരു വാണ്ട് വാങ്ങിച്ചു കൊടുത്തു. കാരണം അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാണ്ട് വെച്ചിട്ട്. അപ്പം എന്തായാലും ഒരു വാണ്ട് വേണം, അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ആ മൂവിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പേരിലുള്ള വാണ്ട്സ് അവിടെ അവൈലബിൾ ആണ്. ബട്ടർ ബിയർ വാങ്ങി. നോൺ ആൽക്കഹോളിക്കാണ്, ആൽക്കഹോളൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാം. ഇനി എത്രയാണ് ഒന്നിന്? എത്രയാണ്? $9 ഒരു ഡ്രിങ്കിനുള്ളത്. Like this. ഗ്രീക്ക് റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്യാണ്. നല്ല വ്യൂ ആണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ഷട്ടിലാണ്. റൂമിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ
this Curie, okay? It's going into the Curie. Don't break it. അങ്ങനെ നമ്മൾ തിങ്സ് എല്ലാം റൂമിൽ വെച്ച് തിരിച്ച് പാർക്കിലെത്തി. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഹൾക്ക് റോളർ കോസ്റ്ററാണ്. ഇതിൻ്റെ സ്പീഡ് വന്നിട്ട് 67 miles/hour ആണ്. നീലിന് കയറാൻ പറ്റിയിട്ടില്ല, ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് കുറച്ച് ഫാസ്റ്റും പിന്നെ റഫായിട്ടുള്ള റൈഡ് ആയതുകൊണ്ട് അവന് കയറാൻ പറ്റിയില്ല, സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പോയി, പിന്നെ പോയി വന്നതിന് ശേഷം ഹസ്ബൻഡ് പോയി. ഇറ്റ് വാസ് ഫൺ. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ച പാട് ഈ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റൈഡിൽ പോയതല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് 2 minutes ഉണ്ടായിരുന്നു ഈ ടോട്ടൽ റൈഡ്. അടുത്ത് നമ്മൾ പോണത് ഡോക്ടർ ഡൂംസ് ഫിയർഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ ഡൂംസ് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, കോമിക് വില്ലനാണ്. ഈ ഒരു റൈഡ് 185 feet 40 miles/hour ഡ്രോപ്പ് ചെയ്യുന്ന ഒരു റൈഡാണ്. ഇറ്റ് വാസ് ഫൺ. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ത്രില്ലാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു ഈ ഒരു റൈഡ്. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ സൈറ്റ് ഒന്ന് LAയിലും പിന്നെ ഫ്ലോറിഡ ഒർലാൻഡോയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സ്പൈഡർമാൻ 3D റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് നല്ലൊരു റൈഡാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ പോകുന്ന ട്രാം വന്നിട്ട് ഇങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വാസ് ഫൺ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ അതിൽ കുറച്ച് ക്ലിപ്പിങ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടാണ് വരുന്നത്, നമ്മളൊന്നുമില്ല. A few moments later. ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്, അടിതൊട്ട് മുടി വരെ. ഡ്രൈയിങ് മെഷീൻ ഉണ്ട്, അപ്പോൾ അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ബാക്കപ്പ് ക്ലോത്ത്സ് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പാർക്കിലേക്ക്. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത്ര നനയൊന്നും വിചാരിച്ചില്ല. ഫുള്ള് നനഞ്ഞുണ്ടായിരുന്നു. $10 കൊടുത്ത്
ഡ്രയറിൽ നിന്നിട്ട് പോലും ഡ്രൈ ആവുന്നില്ല. അതൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പം നമ്മൾ വിചാരിച്ചു റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് തിരിച്ച് വരാമെന്ന്. അപ്പോൾ ഓൾറെഡി ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. എനിവേസ് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഷട്ടിൽ പോവുകയാണ്, അതായത് ബസ്സിൽ പോവുകയാണ്. ഈ ഒരു സർവീസ് രാത്രി 10 മണി വരെ ഉണ്ട്. ബാക്ക് ആൻഡ് ഫോർത്ത് ഈ ബസ് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. ഇപ്പം ഞങ്ങൾ ഹാരി പോട്ടർ ഫോർബിഡൻ ജേർണി കാണാൻ പോവാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹാരി പോട്ടർ ഫോർബിഡൻ ജേർണി കാണാൻ വേണ്ടി പോവാണ്. അതിപ്പോൾ നമ്മൾ കാണുന്ന ആ കാസിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് നോക്കിയപ്പോൾ ആ ഒരു ആക്ടിവിറ്റീൻ്റെ വെയിറ്റിംഗ് ടൈം വന്നിട്ട് 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓടുകയാണ് അവിടേക്ക്. എൻട്രൻസിൽ നിന്ന് ഇവിടേക്ക് വരാൻ ഏകദേശം 30 മിനിറ്റോളം എടുത്തു. അത്രയും നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ സോർട്ടിങ് ഹാറ്റ്. ആ മൂവിയിലുള്ള 80% കാര്യങ്ങളും സ്കൾപ്ചേഴ്സും എല്ലാം ഈ ഒരു കാസിൽ അവർ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. നീലിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് 8 സീരീസും ഇരുന്ന് കണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം. ഇതൊരു ഡാർക്ക് സൈഡ് മോഷൻ സിമുലേറ്റർ റൈഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം നമ്മൾ ഡിന്നർ കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഹോട്ട് ഡോഗ് റെസ്റ്റോറൻ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ഡിന്നർ കഴിച്ചു. ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് റൂമിലേക്ക്. ഫ്രഷ്നപ്പായി പോയി കിടന്നുറങ്ങണം. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.